നമസ്കാരം. ഇറാനിൽ വീശുന്നത് മാറ്റത്തിന്റെ കാറ്റോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രക്തരൂക്ഷിത പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇറാനിലെ നഗരങ്ങളിൽ അലയടിക്കുന്നത് വെറും ഒരു പരിഷ്കരണത്തിനായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് 1979 സ്ഥാപിതമായ നിലവിലെ പൗരോഹിത്യ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന പോരാട്ട വീര്യമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് വേണ്ട എന്ന ഉറച്ച നിലപാടിലേക്ക് പ്രക്ഷോഭകാരികൾ മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ വിലക്കയറ്റത്തോടോ അല്ലെങ്കിൽ ചില നിയമങ്ങളിലെ മാറ്റത്തോടോ ഉള്ള പ്രതിഷേധമായിരുന്നു. എന്നാൽ ഇത്തവണ ചിത്രം മാറി. 86-കാരനായ ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണകൂടം തന്നെ രാജിവെക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഡിസംബർ 28 മുതൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് പ്രമുഖ നഗരങ്ങളിലും യുവതലമുറയ്ക്കൊപ്പം പ്രായമായവരും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതിഷേധമല്ല, മറിച്ച് രാജ്യത്തിന്റെ പൊതുവികാരമായി മാറിയിരിക്കുന്നു. 1979 വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടത്തിന്റെ പിൻഗാമിയായ റസ പഹ്ലവി തിരികെ വരണമെന്ന ആവശ്യം തെരുവുകളിൽ ശക്തമാണ്. പഹ്ലവി മടങ്ങി വരുമെന്ന മുദ്രാവാക്യം ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പരമോന്നത നേതാവായ ഖമീനിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങാൻ ഇറാനിലെ ജനങ്ങൾ കാണിക്കുന്ന ധൈര്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ചിത്രങ്ങൾ കത്തിച്ച് സിഗരറ്റുകൾ കത്തിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങളും ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായി പശ്ചിമേഷ്യൻ രാജ്യത്ത് തുടരുന്ന പ്രക്ഷോഭങ്ങളുടെ ശക്തമായ അടയാളമായി ഇത് മാറി. കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റങ്ങൾക്കും എതിരായ വെല്ലുവിളിയുടെ പ്രതീകമായിട്ടാണ് ഈ പ്രതിഷേധ രീതിയെ വിലയിരുത്തുന്നത്. വധശിക്ഷയും കടുത്ത അടിച്ചമർത്തലും നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായിട്ടും ജനങ്ങൾ പിൻവാങ്ങുന്നില്ല. 200-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭരണകൂടം അടിച്ചേൽപ്പിച്ച വസ്ത്രധാരണ രീതികളെയും ഹിജാബ് നിയമങ്ങളെയും തെരുവിൽ ചുട്ടരിച്ചുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾ ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 47 വർഷമായി ഞാൻ മരിച്ചവളാണ്, എനിക്ക് ഭയമില്ല എന്ന് രക്തം പുരണ്ട മുഖവുമായി വിളിച്ചു പറയുന്ന വൃദ്ധയായ സ്ത്രീയുടെ വീഡിയോ ഇറാനിലെ പൊതുമനസ്സിന്റെ പ്രതിഫലനമാണ്. അഴിമതിയും സാമ്പത്തിക തകർച്ചയും കൊണ്ട് പൊറുതിമുട്ടിയ ജനതയ്ക്ക് ഇനി പരിഷ്കരണങ്ങളിൽ വിശ്വാസമില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പേരിൽ നടക്കുന്ന ഏകാധിപത്യത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഷാ ഭരണകാലത്തെ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇറാനിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഖമേനിയുടെ ചിത്രങ്ങൾ കത്തിച്ച് സിഗരറ്റ് കത്തിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇറാനിയൻ നിയമപ്രകാരം പരമോന്നത നേതാവിൻ്റെ ചിത്രങ്ങൾ കത്തിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. സ്ത്രീകൾക്ക് പുകവലിക്കുന്നതിനും അവിടെ നിയന്ത്രണങ്ങളുണ്ട്. 2022 അനുചിതമായ വസ്ത്രധാരണത്തിന്റെ പേരിൽ സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമിനി എന്ന 22-കാരിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളിലും സമാനമായ വിയോജിപ്പുകൾ കണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ഖമേനിയുടെ ചിത്രം കത്തിക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒമിത് സർലാഖ് എന്നയാളെ മണിക്കൂറുകൾക്കകം കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇറാൻ വലിയൊരു പ്രശ്നത്തിലാണെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനിൽ സംഘർഷം തുടരുകയാണെങ്കിൽ ആക്രമണം നടത്തുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. ഇറാൻ ഗുരുതര പ്രതിസന്ധിയിലാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരിക്കലും പിടിച്ചെടുക്കാത്ത ഇറാനിയൻ നഗരങ്ങൾ പോലും ജനങ്ങൾ പിടിച്ചെടുക്കുന്നു. മുമ്പ് ചെയ്തതുപോലെ ആളുകളെ കൊല്ലാൻ അവർ ആരംഭിച്ചാൽ അതിന് അവർക്ക് ശക്തമായ മറുപടി നൽകും. വെടിവെപ്പ് ആദ്യം നിങ്ങൾ തുടങ്ങാതിരിക്കുകയാണ് നല്ലത്, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഭീഷണിയുമായി ഖമേനി രംഗത്ത് വന്നിരുന്നു. ട്രംപിനെ അഹങ്കാരി എന്നാണ് ഖമേനി വിശേഷിപ്പിച്ചത്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ട്രംപാണെന്നും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നും ഖമേനി പ്രഖ്യാപിച്ചു. അമേരിക്കയ്ക്കെതിരായ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറില്ലെന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇറാനിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്.